RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ചരിത്രം. കണ്ണൂർ രാഷ്ട്രീയം എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ CPM-നെയും RSS-നെയും ഒരേ തുലാസിന്റെ ത്രാസിലിട്ട് തൂക്കുക ആണ്, ഒരേ തുലാസിന്റെ തട്ടിലിട്ട് തൂക്കുക. ഇപ്പൊ രണ്ടുപേരും അക്രമം നടത്തുന്നവരാണ് എന്ന് ചിത്രീകരിക്കുക. ചില വലതുപക്ഷ മാധ്യമങ്ങൾ അന്ന് അതിനെ കണ്ണൂർ രാഷ്ട്രീയമായിട്ടാണ് ദുർവ്യാഖ്യാനിച്ചത്. അപ്പൊ കണ്ണൂരിലെ നേതാക്കന്മാർക്ക് അക്രമത്തോട് വല്ലാത്ത താല്പര്യമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ രാഷ്ട്രീയം. അങ്ങനെ കണ്ണൂർ രാഷ്ട്രീയമില്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാരം കേരളത്തിലെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പദ്ധതിയുടെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ചരിത്രം. കേരളത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച സംഘപരിവാർ പദ്ധതിക്കെതിരെയുള്ള പ്രതിരോധവും ചെറുത്തുനിൽപ്പുമാണ് യഥാർത്ഥ ചരിത്രമെന്നും അതിനെ അക്രമ രാഷ്ട്രീയമെന്ന് വിളിച്ച് CPIM-നെയും RSS-നെയും ഒരേ തുലാസിൽ തൂക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും P. ജയരാജൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ മാത്രമല്ല സംഘർഷം ഉണ്ടായത്, പാലക്കാട് സംഘർഷം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ സഖാക്കളെ RSS-കാര് കേരളത്തിലെ 13 ജില്ലകളിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റ് 2008 വരെയുള്ള ലിസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ലിസ്റ്റ് ഈ പുസ്തകത്തിന്റെ 6ാമത്തെ പതിപ്പ് ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കാലാനുസൃതമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 13 ജില്ലകളിലായി നമ്മുടെ 215 സഖാക്കളെയാണ് RSS-കാര് കശാപ്പ് ചെയ്തത്. അതൊരു കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി സംഘപരിവാരം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്തരം സംഘർഷങ്ങൾ എന്ന തിരിച്ചറിവ് ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ടാകും. ഇന്നിപ്പോ സംഘർഷങ്ങളില്ല. പക്ഷെ അതേസമയം അവരുടെ അധിനിവേശ ശ്രമങ്ങൾ അന്നത്തെ രൂപത്തിലല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ആ തിരിച്ചറിവിന്റെ ഭാഗമാണ് ഈ പുസ്തകം. സംസ്ഥാനത്തെ 13 ജില്ലകളിലായി 215 സഖാക്കളെയാണ് RSS കശാപ്പ് ചെയ്തതെന്ന് P. ജയരാജൻ ചൂണ്ടിക്കാട്ടി. കണ്ണൂരിലെ നേതാക്കന്മാർ അക്രമത്തോട് വല്ലാത്ത താല്പര്യമുള്ളവരാണെന്ന് ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഇതിനെ കണ്ണൂർ രാഷ്ട്രീയം എന്ന് വിളിച്ച് രണ്ടു കൂട്ടരും അക്രമം നടത്തുന്നവരാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത് RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പായിരുന്നുവെന്ന് കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് ശ്രമിച്ചിട്ടുള്ള കാലാൾപ്പടകളായിട്ടാണ് ഈ നാനാ വർഗീയ ശക്തികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വർഗീയ ശക്തികൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമ്മളെല്ലാം ഗൗരവമായിട്ട് കണക്കിലെടുക്കണം. എങ്കിലേ പ്രതിരോധം സാധ്യമാകും. നമ്മൾ ഏത് മണ്ണിലാണ് കാലുറപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മണ്ണിനെ വിഷമയമാക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളെ നമുക്ക് ഒറ്റപ്പെടുത്താനാവൂ, പരാജയപ്പെടുത്താനാവൂ. ഈ തിരിച്ചറിവിനെ സഹായിക്കുന്നതാണ് ഈ 3 പുസ്തകങ്ങളും. അത് എല്ലാവരും വായിക്കണം. CPM അനുഭാവികൾ മാത്രമല്ല, എല്ലാവരും വായിക്കേണ്ടതാണ്. കാരണം നേരത്തെ ഇവിടെ ജയദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയെ തന്നെ ഇപ്പൊ തെറ്റായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ കോപ്പി കൊടുക്കുമ്പോൾ അതിലെ ആദ്യത്തെ വാചകത്തിൽ ഇപ്പോഴത്തെ ഭരണഘടനയിലുള്ള സെക്യുലറിസം മാറ്റി, പിന്നെയോ സോഷ്യലിസം മാറ്റി. അങ്ങനെയാണ്.
വർഗീയ അടിച്ചമർത്തലുകൾക്ക് ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയ ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബിന്റെയും അതേസമയം കർഷകർക്ക് പിന്തുണ നൽകിയ മൂപ്പിൽ നായരുടെയും നാടായ മണ്ണാർക്കാട് ആ ഒരു പ്രാധാന്യത്തോടെയാണ് മതേതരത്വത്തിനായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് എന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. മണ്ണാർക്കാട് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിലും സെമിനാറിലും നിരവധി പേർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.